Hello students, it is very important to find out if two elements are in series or in parallel. എപ്പോഴാണ് നമുക്ക് രണ്ട് എലമെൻറ്റ് സീരീസിലാണ് അല്ലെങ്കിൽ പാരലലിലാണ് എന്ന് പറയാൻ പറ്റുന്നത്? ലെറ്റ്സ് ലുക്ക് ആറ്റ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദാറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിന് രണ്ട് അറ്റത്ത് രണ്ട് നോഡ്സ് ആണ് ഉള്ളത്. ഈ രണ്ട് നോഡ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ റെസിസ്റ്റർ ഏതെങ്കിലും ഒരു വേറൊരു എലമെൻ്റ് ആയിട്ട് സീരീസിലാണോ അതോ പാരലലിലാണോ എന്ന്. ലെറ്റ് മീ നെയിം ദിസ് റെസിസ്റ്റൻസ് ആസ് R1. ഞാൻ വേറെ റെസിസ്റ്റൻസ് വരയ്ക്കുകയാണ്. ആ റെസിസ്റ്റൻസിൻ്റെ നോഡ്, പിന്നെ എലമെൻറ്റ്, പിന്നെ അതിൻ്റെ മറ്റേ അറ്റം അല്ലെങ്കിൽ ദ നെക്സ്റ്റ് നോഡ്. ആൻഡ് ലെറ്റ് മീ നെയിം ഇറ്റ് ആസ് R2. ഇവിടെ നമുക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും. R1ഉം R2വിനും ഒരു കോമൺ നോഡാണുള്ളത്. ഈ കോമൺ നോഡിൻ്റെ ബ്രാഞ്ചിങ് ഔട്ട് വേറെ ഇല്ലതാനും. ബ്രാഞ്ചിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു എലമെൻറ്റിൻ്റെ കോമൺ നോഡായിട്ട് വരുന്നില്ല. അതായത് ഇങ്ങനെ ഞാൻ ഒരെണ്ണം വരച്ചിരുന്നെങ്കിൽ സംഗതികൾ മാറി. അപ്പം അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമ്മളിപ്പം രണ്ട് എലമെൻ്റ് എടുത്തു. ആ രണ്ട് എലമെൻറ്റിൻ്റെ കോമൺ ആയിട്ട് ഒരു നോഡുണ്ടെങ്കിൽ, മറ്റേ നോഡിൻ്റെ കാര്യം നമ്മൾ പറയുന്നില്ല, മറ്റേ രണ്ട് നോഡ് ഇപ്പുറത്തും ഇരിക്കുന്ന നോഡ് അത് ഫ്രീ ആണ് വേറെ ഏതെങ്കിലും എലമെൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ. പക്ഷേ R1 R2വിൻ്റെ ഒരു നോഡ് കോമൺ ആണ്. ആ നോഡിൽ നിന്ന് വേറൊരു ബ്രാഞ്ച് ഇറങ്ങുന്നില്ലെങ്കിൽ നമുക്ക് സേഫ്ലി പറയാൻ വേണ്ടി പറ്റും ദാറ്റ് R1 ആൻഡ് R2 ആർ ഇൻ സീരീസ്. R1 ആൻഡ് R2 ആർ ഇൻ സീരീസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് റെസിസ്റ്റൻസിന് പകരം നമുക്ക് ഒരൊറ്റ റെസിസ്റ്റൻസ് ആയിട്ട് ഇതിനെ എഴുതാൻ പറ്റും. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ സീരീസിലായതുകൊണ്ട് ആ റെസിസ്റ്റൻസ് ആറിൻ്റെ വാല്യൂ R1 പ്ലസ് R2 ആയിരിക്കും. അപ്പോൾ സീരീസിലിരിക്കുന്ന രണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R1 പ്ലസ് R2 ആയിരിക്കും. കപ്പാസിറ്റൻസ് രണ്ടെണ്ണം സീരീസിലാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡക്ടർ രണ്ടെണ്ണം സീരീസിലാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ നമ്മൾ DC സർക്യൂട്ട് മാത്രം ഡിസ്കസ് ചെയ്യുന്നത് കാരണം നമ്മളിവിടെ റെസിസ്റ്റൻസിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. പക്ഷെ ഞാനിവിടെ ഇത് പറയുമ്പോഴത്തേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് കാര്യം എങ്ങനെയാണ് രണ്ട് റെസിസ്റ്റൻസ് സീരീസിലാണോ എന്ന് മനസ്സിലാക്കുന്നതും അങ്ങനെ സീരീസിലാണെങ്കിൽ അതിന് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുമാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സീരീസിൽ നമ്മൾ പറയുന്നത്. അതേസമയം ഞാൻ ഒരു റെസിസ്റ്റൻസ് എടുത്തു R1, വേറൊരു റെസിസ്റ്റൻസ് എടുത്തു R2. ആ രണ്ട് റെസിസ്റ്റൻസിൻ്റെയും രണ്ട് നോഡുണ്ട്. ഈ നോഡും ഏതെങ്കിലും രണ്ട് നോഡ് കോമൺ ആണ്. അതേപോലെ അടുത്ത രണ്ട് നോഡും കോമൺ ആണെങ്കിൽ ഈ രണ്ട് റെസിസ്റ്റൻസ് പാരലലിലാണെന്ന് നമുക്ക് പറയാം. എപ്പോഴാണിത് പാരലലിലാവുന്നത്? രണ്ട് റെസിസ്റ്റൻസിൻ്റെ രണ്ട് നോഡ്സും കോമൺ ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് റെസിസ്റ്റൻസ് പാരലലിലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം R1 ആൻഡ് R2 ആർ ഇൻ പാരലൽ. പിന്നെ അങ്ങനെ പാരലൽ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഒരൊറ്റ റെസിസ്റ്റൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഫോർമുല 1/R will be equal to 1/R1 plus 1/R2. 1/R1 plus 1/R2. ഇതിനെ നമുക്ക് എഴുതാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രാക്ഷൻ്റെ അഡീഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ കോമൺ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1/R1ൻ്റെ കൂടെ
ന്യൂമറേറ്ററിൽ സെക്കൻഡ് ഡിനോമിനേറ്റർ അതായത് R2നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, R2നെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം, പ്ലസ് 1/R2യുടെ കൂടെ ഫസ്റ്റ് ഡിനോമിനേറ്റർ അതായത് R1നെ മൾട്ടിപ്ലൈയും ചെയ്യാം, ഡിവൈഡും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് 1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2 പ്ലസ് ഈ കാണുന്നത് 1 ഇൻറ്റു R1 ഇസ് R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2. അതായത് ഇപ്പം ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ കോമൺ ആണ്. അങ്ങനെ കോമൺ ആയത് കാരണം നമുക്ക് 1/R എന്ന് പറയുന്നത് കോമൺ ഡിനോമിനേറ്റർ ആയത് കാരണം ഞാൻ താഴെ കോമൺ ഡിനോമിനേറ്റർ R1 R2 എഴുതുന്നു, മേളിൽ R2 പ്ലസ് R1 എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ R എന്തായിരിക്കും? R കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന് നേരെ റെസിപ്രോക്കൽ ചെയ്യണം. അപ്പം നമുക്ക് R എഴുതണമെങ്കിൽ ഇവിടെ നമ്മൾ 1/Rനകത്ത് 1 ന്യൂമറേറ്ററിലായിരുന്നു, R ഡിനോമിനേറ്ററിലായിരുന്നു. നമ്മൾ അതിനകത്തുനിന്ന് Rനെ കണ്ടുപിടിക്കണമെങ്കിൽ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്നതിനെ മേളിലോട്ടും ന്യൂമറേറ്ററിൽ ഇരിക്കുന്നതിനെ താഴോട്ടും കൊണ്ടുവന്നപ്പോൾ ഇവിടെ R ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമ്മൾ അത് തന്നെ ചെയ്യണം. ന്യൂമറേറ്ററിൽ ഇരിക്കുന്നത് ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്താണ്? R2 പ്ലസ് R1. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്നത് ന്യൂമറേറ്ററിലോട്ടും കൊണ്ടുപോകണം. അപ്പോൾ എന്താവും? R1 ഇൻറ്റു R2. അപ്പോൾ ഇതാണ് നമുക്ക് പാരലലില് റെസിസ്റ്റൻസ് വരുവാണെങ്കിൽ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ R1 ആൻഡ് R2 പാരലലാണെങ്കിൽ അതിനെ ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് കാണിക്കാം. അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഇതായിരിക്കും. അതേപോലെ സീരീസിലാണെങ്കിൽ R1 R2 സീരീസിലാണെങ്കിൽ നമുക്ക് അതിനെ രണ്ടിനെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് R ആയിട്ട് എഴുതാം. നമ്മളിത് എന്തിനാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടിൽ ഒരുപാട് എലമെൻ്റ് ഉണ്ടെങ്കിൽ ആ എലമെൻറ്റിനകത്തുള്ള സീരീസ് എലമെൻറ്റിനെ എല്ലാം ജോയിൻ ചെയ്യാൻ പറ്റും. പാരലൽ എലമെൻറ്റ്സിനെ എല്ലാം ഈക്വലൻ്റ് ആയിട്ട് സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണിക്കാം. അങ്ങനെ നമുക്ക് ആ സർക്യൂട്ട് ചെറുതാക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയിട്ടാണ് സീരീസ് ആൻഡ് പാരലൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സീരീസിൽ രണ്ട് എലമെൻറ്റിൻ്റെ നോഡ് കോമൺ ആയിട്ടുള്ള നോഡ് ആയിരിക്കും ജോയിൻ ആയിരിക്കുന്നത്. ആ കോമൺ ആയിട്ട് ജോയിൻ ആയിരിക്കുന്ന നോഡിൽ വേറെ മൂന്നാമത്തെ ഒരു ബ്രാഞ്ച് ഉണ്ടാവത്തേയില്ല. അങ്ങനെയാണെങ്കിലാണ് R1 R2 സീരീസിലാവുന്നത്. അറ്റ് ദ സെയിം ടൈം രണ്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രണ്ട് എലമെൻറ്റ് പാരലലിലാവണമെങ്കിൽ അതിൻ്റെ രണ്ട് നോഡും കോമൺ നോഡ്സ് ആയിരിക്കണം. അതായത് R1ൻ്റെ ഫസ്റ്റ് നോഡും R2ൻ്റെ ഫസ്റ്റ് നോഡും കോമൺ ആയിട്ട് ജോയിൻ ചെയ്തിരിക്കണം. അതേപോലെ അതിൻ്റെ രണ്ടാമത്തെ നോഡും കോമൺ ആയിട്ട് ജോയിൻ ചെയ്തിരിക്കണം. ഇവിടുന്ന് മൂന്നാമത്തെ ഒരു പോകാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് രണ്ടെണ്ണത്തിൻ്റെയും നോഡ്സ് കോമൺ ആണ്. അങ്ങനെ കോമൺ ആവുകയാണെങ്കിൽ R1ഉം R2ഉം പാരലലാണ്. അതിന് ഈക്വലൻ്റ് ആയിട്ട് എഴുതുന്ന റെസിസ്റ്റൻസ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നതാണ്. താങ്ക് യു.